യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഏത് കടലിന്റെ മറുകരയിലേക്കാണ് പോയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചെങ്കടൽ, ഓപ്ഷൻ ബി ഗലീലിക്കടൽ, ഓപ്ഷൻ സി ചാവുകടൽ, ഓപ്ഷൻ ഡി ഗെനസറത്ത് തടാകം. ഇതിന്റെ ശരിയുത്തരം ഗലീലിക്കടൽ. അടുത്ത ചോദ്യം: മറുകരയിലെത്തിയ യേശു മലയിലേക്ക് കയറി ആരോടൊപ്പമാണ് അവിടെ ഇരുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഒറ്റയ്ക്ക്, ഓപ്ഷൻ ബി ജനക്കൂട്ടത്തോടൊപ്പം, ഓപ്ഷൻ സി ശിഷ്യന്മാരോടുകൂടെ, ഓപ്ഷൻ ഡി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടുകൂടെ. ഇതിന്റെ ശരിയുത്തരം ശിഷ്യന്മാരോടുകൂടെ. അടുത്ത ചോദ്യം: അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം നടക്കുമ്പോൾ യഹൂദരുടെ ഏത് തിരുനാൾ അടുത്തിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കൂടാര തിരുനാൾ, ഓപ്ഷൻ ബി പ്രതിഷ്ഠാ തിരുനാൾ, ഓപ്ഷൻ സി ആദ്യഫല തിരുനാൾ, ഓപ്ഷൻ ഡി പെസഹ തിരുനാൾ. ഇതിന്റെ ശരിയുത്തരം പെസഹ തിരുനാൾ. അടുത്ത ചോദ്യം: വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു ആരോടാണ് ഇവർക്ക് ഭക്ഷിക്കാൻ നാം ഇവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി യോഹന്നാനോട്, ഓപ്ഷൻ സി പീലിപ്പോസിനോട്, ഓപ്ഷൻ ഡി ശിഷ്യന്മാരോട് കൂടെ. ഇതിന്റെ ശരിയുത്തരം പീലിപ്പോസിനോട്. അടുത്ത ചോദ്യം: ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ലെന്നാണ് പീലിപ്പോസ് മറുപടി നൽകിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 100 ധനാറയ്ക്കുള്ള, ഓപ്ഷൻ ബി 200 ധനാറയ്ക്കുള്ള, ഓപ്ഷൻ സി 300 ധനാറയ്ക്കുള്ള, ഓപ്ഷൻ ഡി 500 ധനാറയ്ക്കുള്ള. ഇതിന്റെ ശരിയുത്തരം 200 ധനാറയ്ക്കുള്ള. അടുത്ത ചോദ്യം: 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അന്ത്രയോസ്, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി പീലിപ്പോസ്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇതിന്റെ ശരിയുത്തരം അന്ത്രയോസ്. അടുത്ത ചോദ്യം: അപ്പവും മീനും കണ്ടപ്പോൾ ഇത്രയും പേർക്കത് എന്തുണ്ട് എന്ന് ചോദിച്ച ശിഷ്യനാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അന്ത്രയോസ്, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി പീലിപ്പോസ്, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇതിന്റെ ശരിയുത്തരം അന്ത്രയോസ്. അടുത്ത ചോദ്യം: 5 ബാർലിയപ്പത്തിൽ നിന്ന് മിച്ചം വന്ന കഷണങ്ങൾ എത്ര കുട്ട നിറയെയാണ് അവർ ശേഖരിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 7 കുട്ട, ഓപ്ഷൻ ബി 10 കുട്ട, ഓപ്ഷൻ സി 12 കുട്ട, ഓപ്ഷൻ ഡി 5 കുട്ട. ഇതിന്റെ ശരിയുത്തരം 12 കുട്ട. അടുത്ത ചോദ്യം: യേശു അപ്പം വർദ്ധിപ്പിച്ച അടയാളം കണ്ടപ്പോൾ ജനങ്ങൾ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇവനാണ് ക്രിസ്തു, ഓപ്ഷൻ ബി ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്, ഓപ്ഷൻ സി അവൻ പുതിയൊരു രാജാവാണ്, ഓപ്ഷൻ ഡി അവൻ ഏലിയ പ്രവാചകനാണ്. ഇതിന്റെ ശരിയുത്തരം ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അടുത്ത ചോദ്യം: ജനങ്ങൾ വന്ന് യേശുവിനെ ബലമായി പിടിച്ച് എന്താക്കാനാണ് ഭാവിക്കുന്നതെന്ന് യേശു മനസ്സിലാക്കിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ തടവുകാരനാക്കാൻ, ഓപ്ഷൻ ബി രാജാവാക്കാൻ, ഓപ്ഷൻ സി പ്രവാചകനാക്കാൻ, ഓപ്ഷൻ ഡി നേതാവാക്കാൻ. ഇതിന്റെ ശരിയുത്തരം രാജാവാക്കാൻ. അടുത്ത ചോദ്യം: ജനങ്ങൾ ബലമായി പിടിച്ച് തന്നെ രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു എങ്ങോട്ടേക്കാണ് പിന്മാറിയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കഫർനാമിലേക്ക്, ഓപ്ഷൻ ബി കടലിന്റെ അക്കരയ്ക്ക്, ഓപ്ഷൻ സി തനിയെ മലമുകളിലേക്ക്, ഓപ്ഷൻ ഡി ജെറുസലേമിലേക്ക്. ഇതിന്റെ ശരിയുത്തരം തനിയെ മലമുകളിലേക്ക്. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെയുള്ള ഏതു സ്ഥലത്തേക്കാണ് പുറപ്പെട്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നസ്രത്തിലേക്ക്, ഓപ്ഷൻ ബി ബേത്സദായിലേക്ക്, ഓപ്ഷൻ സി ജെറുസലേമിലേക്ക്, ഓപ്ഷൻ ഡി കഫർനാമിലേക്ക്. ഇതിന്റെ ശരിയുത്തരം കഫർനാമിലേക്ക്. അടുത്ത ചോദ്യം: എത്ര ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിനു മീതെ നടന്നു വരുന്നത് ശിഷ്യന്മാർ കണ്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 10-12 സ്ഥാദിയോൺ, ഓപ്ഷൻ ബി 25-30 സ്ഥാദിയോൺ, ഓപ്ഷൻ സി 40-50 സ്ഥാദിയോൺ, ഓപ്ഷൻ ഡി 100 സ്ഥാദിയോൺ. ഇതിന്റെ ശരിയുത്തരം 25-30 സ്ഥാദിയോൺ. അടുത്ത ചോദ്യം: യേശു കടലിനു മീതെ നടന്നു വള്ളത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്തുണ്ടായി? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവർ സന്തോഷിച്ചു, ഓപ്ഷൻ ബി അവർ നിലവിളിച്ചു, ഓപ്ഷൻ സി അവർ ഭയപ്പെട്ടു, ഓപ്ഷൻ ഡി അവർ വെള്ളത്തിലേക്ക് ചാടി. ഇതിന്റെ ശരിയുത്തരം അവർ ഭയപ്പെട്ടു. അടുത്ത ചോദ്യം:
കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് എവിടെ നിന്നാണ് മറ്റു വള്ളങ്ങൾ വന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജെറൂസലമിൽ നിന്ന്, ഓപ്ഷൻ ബി കഫർനാമിൽ നിന്ന്, ഓപ്ഷൻ സി നസ്രത്തിൽ നിന്ന്, ഓപ്ഷൻ ഡി തിബേരിയാസിൽ നിന്ന്. ഇതിന്റെ ശരിയുത്തരം തിബേരിയാസിൽ നിന്ന്. അടുത്ത ചോദ്യം: യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ ജനങ്ങൾ അവനോട് ചോദിച്ച ചോദ്യം എന്ത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അങ്ങ് എന്തിനാണ് മലമുകളിൽ പോയത്? ഓപ്ഷൻ ബി നാഥ കൂടെ വസിച്ചാലും. ഓപ്ഷൻ സി റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ഓപ്ഷൻ ഡി ഞങ്ങളെ വിട്ടു പോകരുത്. ഇതിന്റെ ശരിയുത്തരം റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി. അടുത്ത ചോദ്യം: എങ്ങനെയുള്ള അപ്പത്തിനു വേണ്ടി അധ്വാനിക്കരുതെന്നാണ് യേശു ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അനശ്വരമായ അപ്പത്തിനു വേണ്ടി, ഓപ്ഷൻ ബി നശ്വരമായ അപ്പത്തിനു വേണ്ടി, ഓപ്ഷൻ സി ഈ ലോകത്തിന്റെ, ഓപ്ഷൻ ഡി ആത്മാവിന്റെ അപ്പത്തിനു വേണ്ടി. ഇതിന്റെ ശരിയുത്തരം നശ്വരമായ അപ്പത്തിനു വേണ്ടി. അടുത്ത ചോദ്യം: ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 12 ശിഷ്യന്മാർ, ഓപ്ഷൻ ബി സിനഗോഗിലെ പ്രമാണിമാർ, ഓപ്ഷൻ സി പീലിപ്പോസ്, ഓപ്ഷൻ ഡി യേശുവിനെ തിരക്കി വന്ന ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം യേശുവിനെ തിരക്കി വന്ന ജനക്കൂട്ടം. അടുത്ത ചോദ്യം: യേശുവിന്റെ മറുപടി പ്രകാരം ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദിവസവും ഉപവസിക്കുക, ഓപ്ഷൻ ബി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, ഓപ്ഷൻ സി ദാനധർമ്മങ്ങൾ ചെയ്യുക, ഓപ്ഷൻ ഡി നിയമങ്ങൾ കാണാതെ പഠിക്കുക. ഇതിന്റെ ശരിയുത്തരം അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അടുത്ത ചോദ്യം: നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് ആരല്ല എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മൂശയല്ല, ഓപ്ഷൻ ബി എന്റെ പിതാവ്, ഓപ്ഷൻ സി അഹരോൻ, ഓപ്ഷൻ ഡി ജോഷുവ. ഇതിന്റെ ശരിയുത്തരം മൂശയല്ല. അടുത്ത ചോദ്യം: സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ദൈവത്തിന്റെ അപ്പം ലോകത്തിന് എന്ത് നൽകുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സമ്പത്ത്, ഓപ്ഷൻ ബി ജീവൻ, ഓപ്ഷൻ സി അധികാരം, ഓപ്ഷൻ ഡി നിയമങ്ങൾ. ഇതിന്റെ ശരിയുത്തരം ജീവൻ. അടുത്ത ചോദ്യം: കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് അപേക്ഷിച്ചതാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി സമരിയക്കാരി സ്ത്രീ, ഓപ്ഷൻ സി നിക്കോദേമോസ്, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം ജനക്കൂട്ടം. അടുത്ത ചോദ്യം: യേശുവിന്റെ അടുത്തു വരുന്നവന് എന്ത് സംഭവിക്കുകയില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവൻ രോഗിയാകില്ല, ഓപ്ഷൻ ബി ദാഹിക്കുകയുമില്ല, ഓപ്ഷൻ സി ഒരിക്കലും വിശക്കുകയില്ല, ഓപ്ഷൻ ഡി അവൻ മരിക്കില്ല. ഇതിന്റെ ശരിയുത്തരം ഒരിക്കലും വിശക്കുകയില്ല. അടുത്ത ചോദ്യം: യേശുവിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകുകയില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവൻ രോഗിയാകില്ല, ഓപ്ഷൻ ബി ദാഹിക്കുകയുമില്ല, ഓപ്ഷൻ സി ഒരിക്കലും വിശക്കുകയില്ല, ഓപ്ഷൻ ഡി അവൻ മരിക്കില്ല. ഇതിന്റെ ശരിയുത്തരം ദാഹിക്കുകയുമില്ല. അടുത്ത ചോദ്യം: ജനങ്ങൾ യേശുവിനെക്കുറിച്ച് എന്തു ചെയ്തിട്ടും വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വചനം കേട്ടിട്ടും, ഓപ്ഷൻ ബി അത്ഭുതം അറിഞ്ഞിട്ടും, ഓപ്ഷൻ സി വാക്ക് കേട്ടിട്ടും, ഓപ്ഷൻ ഡി അവനെ കണ്ടിട്ടും. ഇതിന്റെ ശരിയുത്തരം അവനെ കണ്ടിട്ടും. അടുത്ത ചോദ്യം: തന്റെ അടുക്കൽ വരുന്നവനെ യേശു എന്ത് ചെയ്യുകയില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല, ഓപ്ഷൻ ബി ശിക്ഷിക്കുകയില്ല, ഓപ്ഷൻ സി ഉപേക്ഷിക്കുകയില്ല, ഓപ്ഷൻ ഡി തിരസ്കരിക്കുകയില്ല. ഇതിന്റെ ശരിയുത്തരം ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. അടുത്ത ചോദ്യം: യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ആരുടെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പിതാവിന്റെ ഇഷ്ടം, ഓപ്ഷൻ ബി എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, ഓപ്ഷൻ സി ജനങ്ങളുടെ ഇഷ്ടം, ഓപ്ഷൻ ഡി ശിഷ്യന്മാരുടെ ഇഷ്ടം. ഇതിന്റെ ശരിയുത്തരം എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. അടുത്ത ചോദ്യം: പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ടാകണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിത്യജീവൻ, ഓപ്ഷൻ ബി ജീവൻ, ഓപ്ഷൻ സി രക്ഷ, ഓപ്ഷൻ ഡി നവജീവൻ. ഇതിന്റെ ശരിയുത്തരം നിത്യജീവൻ. അടുത്ത ചോദ്യം: യേശു ഏത് വാചകം പറഞ്ഞതിനാലാണ് യഹൂദർ അവനെതിരെ പിറുപിറുത്തത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഞാൻ യഹൂദരുടെ രാജാവാണ്, ഓപ്ഷൻ ബി ദേവാലയം ഞാൻ തകർക്കും, ഓപ്ഷൻ സി ഞാൻ നിങ്ങളെ വിധിക്കും, ഓപ്ഷൻ ഡി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ഇതിന്റെ ശരിയുത്തരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. അടുത്ത ചോദ്യം:
അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമഗ്രന്ഥത്തിൽ, ഓപ്ഷൻ ബി പ്രവാചക ഗ്രന്ഥങ്ങളിൽ, ഓപ്ഷൻ സി സങ്കീർത്തനങ്ങളിൽ, ഓപ്ഷൻ ഡി ചരിത്രരേഖകളിൽ. ഇതിന്റെ ശരിയുത്തരം പ്രവാചക ഗ്രന്ഥങ്ങളിൽ. അടുത്ത ചോദ്യം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിത്യജീവൻ, ഓപ്ഷൻ ബി ജീവൻ, ഓപ്ഷൻ സി രക്ഷ, ഓപ്ഷൻ ഡി നവജീവൻ. ഇതിന്റെ ശരിയുത്തരം നിത്യജീവൻ. അടുത്ത ചോദ്യം: ലോകത്തിന്റെ ജീവനു വേണ്ടി യേശു നൽകുന്ന അപ്പം എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവന്റെ വചനം, ഓപ്ഷൻ ബി അവന്റെ ശരീരമാണ്, ഓപ്ഷൻ സി യേശുവിന്റെ ജീവൻ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതിന്റെ ശരിയുത്തരം അവന്റെ ശരീരമാണ്. അടുത്ത ചോദ്യം: തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് ചോദിച്ച് തർക്കിച്ചത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യഹൂദർക്കിടയിൽ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി നിയമജ്ഞർ, ഓപ്ഷൻ ഡി ഫരിസേയരും നിയമജ്ഞരും. ഇതിന്റെ ശരിയുത്തരം യഹൂദർക്കിടയിൽ. അടുത്ത ചോദ്യം: മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാത്തവർക്ക് എന്തുണ്ടായിരിക്കുകയില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആരോഗ്യം, ഓപ്ഷൻ ബി ജീവൻ, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ ഡി നവജീവൻ. ഇതിന്റെ ശരിയുത്തരം ജീവൻ. അടുത്ത ചോദ്യം: മനുഷ്യപുത്രൻ എങ്ങോട്ട് ആരോഹണം ചെയ്യുന്നത് കണ്ടാലാണ് എന്ന് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആദ്യമായിരുന്നിടത്തേക്ക്, ഓപ്ഷൻ ബി സ്വർഗത്തിലേക്ക്, ഓപ്ഷൻ സി പിതാവിന്റെ അടുത്തേക്ക്, ഓപ്ഷൻ ഡി ഉന്നതത്തിലേക്ക്. ഇതിന്റെ ശരിയുത്തരം ആദ്യമായിരുന്നിടത്തേക്ക്. അടുത്ത ചോദ്യം: യഥാർത്ഥത്തിൽ ജീവൻ നൽകുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശരീരം, ഓപ്ഷൻ ബി ആത്മാവ്, ഓപ്ഷൻ സി വചനം, ഓപ്ഷൻ ഡി പിതാവ്. ഇതിന്റെ ശരിയുത്തരം ആത്മാവ്. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ പലരും വിട്ടുപോയപ്പോൾ യേശു ആരോടാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനക്കൂട്ടത്തോട്, ഓപ്ഷൻ ബി 12 പേരോടുമായി, ഓപ്ഷൻ സി പത്രോസിനോട് മാത്രം, ഓപ്ഷൻ ഡി ശിഷ്യന്മാരോട്. ഇതിന്റെ ശരിയുത്തരം 12 പേരോടുമായി. അടുത്ത ചോദ്യം: നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയ ശിഷ്യനാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശിമയോൻ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി ഫിലിപ്പോസ്, ഓപ്ഷൻ ഡി തോമസ്. ഇതിന്റെ ശരിയുത്തരം ശിമയോൻ പത്രോസ്. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:70 പ്രകാരം നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ ഡാഷ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്നെ ഒറ്റിക്കൊടുക്കും, ഓപ്ഷൻ ബി സാത്താനാണ്, ഓപ്ഷൻ സി പിശാചാണ്, ഓപ്ഷൻ ഡി എന്നെ പരിത്യജിക്കും. ഇതിന്റെ ശരിയുത്തരം പിശാചാണ്. അടുത്ത ചോദ്യം: യൂദാസ്കരിയോത്തായുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ ഇ സെബദി, ഓപ്ഷൻ ബി യോന, ഓപ്ഷൻ സി ഹിൽപ്പ, ഓപ്ഷൻ ഡി ശിമയോൻ. ഇതിന്റെ ശരിയുത്തരം ശിമയോൻ. അടുത്ത ചോദ്യം: യോഹന്നാൻ 6-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം വിവരിക്കുന്ന മറ്റു സുവിശേഷങ്ങൾ ഏവ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മത്തായി, മർക്കോസ്, ലൂക്ക, ഓപ്ഷൻ ബി മത്തായി, ലൂക്ക, ഓപ്ഷൻ സി മർക്കോസ്, ലൂക്ക, ഓപ്ഷൻ ഡി മത്തായി, മർക്കോസ്. ഇതിന്റെ ശരിയുത്തരം മത്തായി, മർക്കോസ്, ലൂക്ക. അടുത്ത ചോദ്യം: യേശു അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സ്ഥലത്തിന്റെ പ്രത്യേകതയായി വചനത്തിൽ പറയുന്നതെന്ത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മരുഭൂമിയായിരുന്നു, ഓപ്ഷൻ ബി പുല്ല് തഴച്ചു വളർന്നിരുന്ന സ്ഥലം, ഓപ്ഷൻ സി വലിയൊരു നഗരം, ഓപ്ഷൻ ഡി മലയുടെ ഉൾഭാഗം. ഇതിന്റെ ശരിയുത്തരം പുല്ല് തഴച്ചു വളർന്നിരുന്ന സ്ഥലം. അടുത്ത ചോദ്യം: യേശു കടലിനു മീതെ നടന്ന ദൂരം അളക്കാൻ ഉപയോഗിച്ച യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കിലോമീറ്റർ, ഓപ്ഷൻ ബി മൈൽ, ഓപ്ഷൻ സി മുഴം, ഓപ്ഷൻ ഡി സ്ഥാദിയോൺ. ഇതിന്റെ ശരിയുത്തരം സ്ഥാദിയോൺ. അടുത്ത ചോദ്യം: ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരഞ്ഞെത്തിയ നഗരം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജെറുസലേം, ഓപ്ഷൻ ബി ഖഫർനാം, ഓപ്ഷൻ സി നസ്രത്ത്, ഓപ്ഷൻ ഡി ബെത്ലഹീം. ഇതിന്റെ ശരിയുത്തരം ഖഫർനാം. അടുത്ത ചോദ്യം: യേശുവിന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ഉണ്ടാകാത്ത 2 കാര്യങ്ങളേവ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ രോഗവും ദുഃഖവും, ഓപ്ഷൻ ബി വിശപ്പും ദാഹവും, ഓപ്ഷൻ സി
ദാരിദ്ര്യവും പരാജയവും. ഓപ്ഷൻ ഡി മരണവും ഭയവും. ഇതിന്റെ ശരിയുത്തരം വിശപ്പും ദാഹവും. അടുത്ത ചോദ്യം, യേശുവിനെ രാജാവാക്കാൻ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ നോക്കിയത് ആരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ റോമൻ സൈന്യം. ഓപ്ഷൻ ബി യഹൂദ പ്രമാണികൾ. ഓപ്ഷൻ സി അത്ഭുതം കണ്ട ജനങ്ങൾ. ഓപ്ഷൻ ഡി അവന്റെ സ്വന്തം ശിഷ്യന്മാർ. ഇതിന്റെ ശരിയുത്തരം അത്ഭുതം കണ്ട ജനങ്ങൾ. അടുത്ത ചോദ്യം, ശിഷ്യന്മാർ തണ്ടുവലിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ വള്ളം എവിടെയാണ് അടുത്തത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പുറപ്പെട്ട കരയിൽ തന്നെ. ഓപ്ഷൻ ബി ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്ക്. ഓപ്ഷൻ സി ഗലീലിയിൽ. ഓപ്ഷൻ ഡി ജെറുസലേം. ഇതിന്റെ ശരിയുത്തരം ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്ക്. അടുത്ത ചോദ്യം, ശിഷ്യന്മാർ വള്ളത്തിൽ കയറി പോകുമ്പോൾ യേശു എവിടെയായിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ വള്ളത്തിന്റെ പിൻഭാഗത്ത്. ഓപ്ഷൻ ബി കഫർനാമിലെ വീട്ടിൽ. ഓപ്ഷൻ സി മലമുകളിൽ തനിയെ. ഓപ്ഷൻ ഡി ജെറുസലേം. ഇതിന്റെ ശരിയുത്തരം മലമുകളിൽ തനിയെ. അടുത്ത ചോദ്യം, ശിഷ്യന്മാർ വള്ളത്തിൽ പോയത് ഏത് സമയത്തായിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ പകൽ അസ്തമിച്ചപ്പോൾ. ഓപ്ഷൻ ബി വൈകുന്നേരമായപ്പോൾ. ഓപ്ഷൻ സി അർദ്ധരാത്രിയിൽ. ഓപ്ഷൻ ഡി അതിരാവിലെ. ഇതിന്റെ ശരിയുത്തരം വൈകുന്നേരമായപ്പോൾ. അടുത്ത ചോദ്യം, യേശുവിനെ തിരഞ്ഞ് ജനങ്ങളെത്തിയ സിനഗോഗ് ഏത് നഗരത്തിലായിരുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ നസ്രത്ത്. ഓപ്ഷൻ ബി തിബേരിയാസ്. ഓപ്ഷൻ സി ജെറുസലേം. ഓപ്ഷൻ ഡി കഫർനാം. ഇതിന്റെ ശരിയുത്തരം കഫർനാം. ഇനിയൊരു ക്വിസാണ്. ഇന്ന് നമ്മൾ പഠിച്ച വീഡിയോയിൽ നിന്നാണ് ഈ ചോദ്യം. നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. ചോദ്യം, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ അന്ത്രയോസ്. ഓപ്ഷൻ ബി പത്രോസ്. ഓപ്ഷൻ സി പീലിപ്പോസ്. ഓപ്ഷൻ ഡി യോഹന്നാൻ. ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.